BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മനുഷ്യരെ ആക്രമിക്കുന്ന തെരുവ് നായ്ക്കളെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൊല്ലാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇറക്കിയ ഉത്തരവിന്മേലുള്ള വിശദമായ മാർഗനിർദ്ദേശം പിന്നാലെ പുറത്തിറക്കാനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം. മൃഗസ്നേഹികളുടെ എതിർപ്പ് ഉയരുകയാണെങ്കിൽ പരിഹാരം കാണാൻ വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തെരുവുനായ്ശല്യം രൂക്ഷമായ നഗരങ്ങളുമായി ബന്ധപ്പെട്ടാകും വിശദമായ ചർച്ചകൾ നടക്കുക. അതേസമയം സംസ്ഥാന സർക്കാർ നേരത്തെ കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകിയിരുന്നു. തദ്ദേശ വകുപ്പിനാണ് അതിനുള്ള അനുമതി നൽകിയിരുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 9 ലക്ഷത്തോളം തെരുവുനായകളുണ്ടെന്നാണ് സർക്കാരിന്റെ പ്രാഥമിക കണക്കുകൾ. അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ കഴിഞ്ഞ മെയ് 19 സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ വിധി നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ടായിരുന്നില്ല. അത് പരിഗണിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. നായകളെ എങ്ങനെ എപ്പോൾ കൊല്ലാമെന്നത് സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശം 1 മാസത്തിനുള്ളിൽ പുറത്തിറക്കാനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 15,2737 പേർക്കാണ് സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. 122 പേർ 5 വർഷത്തിനിടെ പേ വിഷബാധയേറ്റു മരിച്ചു. ഓരോ വർഷവും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. 2021 2,21,379 പേർക്കാണ് കടിയേറ്റത്. 2025 അത് 3,69,272 ആയി. 2021 11 മരണസംഖ്യ. 2025 33 തിരുവനന്തപുരത്താണ് കൂടുതൽ പേർക്ക് കടിയേറ്റത്. 58,108 പേർക്ക് കടിയേറ്റു. ജസ്റ്റിസ് സിരകജൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 43 പേർക്ക് മാത്രമാണ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. പരമാവധി 1.5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. അതേസമയം തെരുവ് നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ABC പദ്ധതികളും നിലവിൽ പ്രതിസന്ധിയിലാണ്. എല്ലാ പഞ്ചായത്തുകളിലും ABC കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും നിലവിൽ 20 കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 3 ജില്ലകളിൽ ഒരു കേന്ദ്രം പോലും നിലവിലില്ല. കേന്ദ്ര മാനദണ്ഡങ്ങളിലെ കർശനമായ നിബന്ധനകളാണ് പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത്. ഓരോ നായ്ക്കും പ്രത്യേക കൂടുകൾ, ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ, പ്രത്യേക അടുക്കള, 5 ദിവസത്തെ നിരീക്ഷണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാധിക്കുന്നില്ല. കൂടാതെ വെറ്റിനറി ഡോക്ടർമാരുടെ കുറവും തിരിച്ചടിയാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ABC ചട്ടങ്ങൾ സംസ്ഥാനത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ നിലപാട്. 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ നിയമനത്തിലെ സെക്ഷൻ 38 പ്രകാരം നിലവിൽ വന്ന ഈ ചട്ടങ്ങൾ മൃഗസംരക്ഷണത്തിനാണ് മുൻഗണന നൽകുന്നത്. ഈ ചട്ടങ്ങൾ വന്നതിന് ശേഷമാണ് രാജ്യവ്യാപകമായി തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചതെന്നും ഇത് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയ സർക്കാർ മറ്റു നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പേവിഷം ബാധിച്ചതും അക്രമകാരികളുമായ നായ്ക്കളെയാണ് കൊല്ലേണ്ടത്. മരുന്ന് കുത്തിവെച്ച് അനുകമ്പാപൂർവ്വം കൊല്ലണമെന്നാണ് പ്രാഥമിക നയം. ആക്രമണം പതിവായ സ്ഥലങ്ങളിലാണ് നായ്ക്കളെ കൊല്ലാവുന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ നിയമവും ആനിമൽ വെൽത്ത് കൺട്രോൾ ചട്ടങ്ങളും പാലിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യ, വെറ്റിനറി വകുപ്പുകൾ എന്നിവയുടെ ഏകോപനം വേണം. വന്ധീകരണ പദ്ധതികൾ സമാന്തരമായി നടപ്പാക്കണം. പേവിഷബാധക്കെതിരെയുള്ള വാക്സിനുകളും ഇമ്മ്യൂണോഗ്ലോബിനുകളും ആവശ്യത്തിന് ലഭ്യമാക്കണം. ഉത്തരവുകൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ പരിരക്ഷ നൽകണം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ പേരിൽ അവർക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.